തിരുനാവായിലെ മഹാമാഘ ഉത്സവം കേരളത്തിന്റെ കുംഭമേളയായി കൊണ്ടാടിയതോടെ സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയായത് നടി നിഖില വിമലിന്റെ സഹോദരി സ്വാമിനി അവന്തിക ഭാരതിയെ പറ്റിയുള്ള ചർച്ചകളാണ്. നിഖില വിമലിന്റെ സഹോദരി അഖിലയാണ് ആത്മീയതയുടെ പാത സ്വീകരിച്ച് അവന്തിക ഭാരതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി, യോഗി അഭിനവ ബാലാനന്ദ ഭൈരവ എന്നിവർക്കൊപ്പം ദക്ഷിണേന്ത്യയുടെ കുംഭമേളയായി മാറിയ മഹാമാഘ ഉത്സവത്തിന് ചുക്കാൻ പിടിച്ചതും അവന്തിക എന്ന അഖില ആയിരുന്നു. ആചാര്യ മഹാമണ്ഡലേശ്വര സ്വാമി അവദേശാനന്ദ ഗിരി മഹാരാജിൽ നിന്നാണ് അഖില സന്യാസഭിക്ഷ സ്വീകരിച്ചത്. സന്യാസവേഷത്തിൽ ഭാരതപ്പുഴയിൽ പുണ്യസ്ഥാനത്തിനെത്തിയ അഖിലയ്ക്ക് ഒട്ടേറെ ആരാധകരുമുണ്ടായിരുന്നു. കണ്ണൂരിൽ നക്സൽ നേതാവായിരുന്ന പവിത്രന്റെ മകൾ ഇപ്പോൾ ആത്മീയതയുടെ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അക്കാദമിക് ലെവലിലും തിളങ്ങിയിരുന്ന പെൺകുട്ടിയായിരുന്നു സ്വാമിനി അവന്തിക ഭാരതി എന്ന അഖില. ഇപ്പോൾ 36 വയസ്സാണ് അവരുടെ പ്രായം. 2021 ഡൽഹിയിലെ JNU സർവകലാശാലയിൽ നിന്നും സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് എസ്തറ്റിക്സിൽ നിന്നും തിയേറ്റർ ആൻഡ് പെർഫോമൻസ് സ്റ്റഡീസിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. JNUവിൽ പഠിക്കുമ്പോഴും ഇടത് പക്ഷ പ്രവർത്തകയായിരുന്നു അഖില. 2016 ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രശസ്തമായ മെലോൺ സ്കൂൾ ഓഫ് തിയേറ്റർ ആൻഡ് പെർഫോമൻസ് റിസർച്ചിൽ ഫെല്ലോ ആയിരുന്നു. ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പോടെയായിരുന്നു പഠനം. ധാരാളം അക്കാദമിക മികവുള്ള പ്രബന്ധങ്ങളും അഖില എഴുതിയിട്ടുണ്ട്. ആത്മീയതയിലേക്കുള്ള അഖിലയുടെ ഈ ജീവിതമാറ്റത്തെക്കുറിച്ച് നേരത്തെയും വലിയ രീതിയിലുള്ള ചർച്ചകളുണ്ടായിരുന്നു. അന്ന് അതിന് മറുപടിയായി അഖിലയുടെ ഗുരു ബാലാനന്ദ ഭൈരവ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. തന്റെ ശിഷ്യ അഖില സന്യാസ ദീക്ഷയിലൂടെ അവന്തിക ഭാരതി എന്ന നാമത്തിലേക്ക് മാറിയതായി അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ലോകം കാണാനും യാത്ര ചെയ്യാനും ഇഷ്ടപ്പെട്ടിരുന്ന അഖില കൃത്യമായ ബോധ്യത്തോടെയും ആത്മീയ ചിന്തയോടെയുമാണ് ഈ വഴി തിരഞ്ഞെടുത്തതെന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. ഹൈന്ദവ പാരമ്പര്യത്തിലൂന്നി പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ഹിന്ദു സന്യാസ സമൂഹമാണ് ജുന അഖാഡ. ഏകദേശം 5 ലക്ഷം നാഗ സാധുക്കൾ ജുന അഖാഡക്കൊപ്പം നിലകൊള്ളുന്നുണ്ട്. ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ് ജുന അഖാഡയുടെ ആസ്ഥാനം. ഭാരതത്തിൽ കുംഭമേളകളിൽ പങ്കെടുക്കുന്ന 13 ഹിന്ദു സന്യാസ സമൂഹങ്ങളുടെ അഖാഡകളിൽ ഏറ്റവും വലിയതാണ് ജുന അഖാഡ. കഴിഞ്ഞ വർഷം 2025 ജനുവരിയിലാണ് അഖില സന്യാസം സ്വീകരിച്ച വാർത്തകൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ജുന അഖാഡ ഇന്നലെ വന്ന ഒരാൾക്ക് പെട്ടെന്ന് എടുത്ത് സന്യാസം കൊടുത്തതിൽ പലരും അത്ഭുതം കൊണ്ടിരുന്നു. എന്നാൽ വർഷങ്ങളായി അവന്തിക ഭാരതി സന്യാസത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ടായിരുന്നു. അത് തിരിച്ചറിഞ്ഞ ആളാണ് അഭിനവ് ബാലാനന്ദ ഭൈരവ എന്ന അഖിലയുടെ ഗുരു. അഖിലയെ പുകഴ്ത്തുന്ന ചിലർ നിഖില വിമലിനെ ഇകഴ്ത്തിയും പോസ്റ്റുകളിടുന്നു. നിഖില ഇതിലേക്ക് വരരുത്, ഹൈന്ദവ ആചാരങ്ങൾ നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ, ഒരു പുഴുക്കുത്തു കൂടി വരാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെയാണ് ചിലരുടെ കമൻറ്റുകൾ. എന്നാൽ തൻ്റെ സഹോദരിയുടെ ഈ തീരുമാനത്തെക്കുറിച്ച് വളരെ പക്വമായ നിലപാടാണ് നിഖില വിമൽ സ്വീകരിച്ചത്. 36 വയസ്സുള്ള ഉയർന്ന വിദ്യാഭ്യാസവും ചിന്താശേഷിയുമുള്ള ഒരു വ്യക്തിക്ക് സ്വന്തം ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങളുടെ അച്ഛനൊരു നക്സലൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടേതൊരു സാധാരണ കുടുംബമല്ല. ഒരു നക്സലൈറ്റിൻ്റെ മകൾ എങ്ങനെ സന്യാസിയായി എന്ന ചോദ്യത്തിൽ യാതൊരു അർത്ഥവുമില്ല. വീട്ടുകാർക്കില്ലാത്ത ആശ്ചര്യം എന്തിനാണ് നാട്ടുകാർക്ക്? ഇതാണ് നിഖില വിമൽ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. കലാമണ്ഡലം വിമലാദേവിയുടെയും MR പവിത്രന്റെയും മക്കളാണ് അഖിലയും നിഖിലയും. നിഖില നൃത്തത്തിലും അഭിനയത്തിലുമൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ അഖില പഠനത്തിലായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ഫെല്ലോ ആയിരുന്ന അഖില ഇന്ന് അവന്തിക ഭാരതിയായി ഭാരതീയ സന്യാസ സംസ്കാരത്തെയും ആചാരങ്ങളെയും പിന്തുടരുന്ന ആളായി മാറിയിരിക്കുന്നു.